മക്കളെ, നമ്മൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഒക്കെ നമ്മൾ ആദ്യം പഠിക്കുക. പിന്നെ ചില ട്രിക്കും കുറച്ച് ചില പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാവുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യാവുന്ന ചില മെത്തേഡൊക്കെ ഉണ്ട്. ax² + bx + c = 0 ആ ഫോമിലുള്ള ഇക്വേഷൻസിനെ നമുക്ക് പെട്ടെന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്ന ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ സാർ നമുക്ക് പറഞ്ഞു തരാം. ആദ്യമേ നമുക്ക് പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വേർഡ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമേ മോണോമിയൽ. ഇപ്പം നമുക്ക് ഒരു പോളിനോമിയലിൽ ഒറ്റ ടേം മാത്രമേ ഉള്ളെങ്കിൽ നമ്മളതിനെ മോണോമിയൽ എന്ന് പറയും. ഇനി 2 ടേം ഉണ്ടെങ്കിൽ 3x² + 4x. ഒരു പോളിനോമിയലിൽ 2 ടേം ഉണ്ടെങ്കിൽ നമ്മളതിനെ ബൈനോമിയൽ എന്ന് പറയും. ഇനി ഒരു പോളിനോമിയലിൽ 3 ടേം ഉണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ടേം 1, ടേം 2, ടേം 3 3 ടേം ഉണ്ടെങ്കിൽ നമ്മളതിനെ ട്രൈനോമിയൽ എന്ന് പറയും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. നമ്മൾ സാധാരണ ഒരു പോളിനോമിയൽ എഴുതുമ്പോൾ x⁻n + 2x⁻n−1 ഇങ്ങനെ നമ്മൾ എഴുതി പോയി കഴിഞ്ഞാൽ നമ്മളിതിലെ ഹയ്യസ്റ്റ് പവർ ഏതാണോ അതാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ x+1 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ പവർ എത്രയാണ്? ഇവിടെ എക്സിൻ്റെ പവർ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ പവർ 1 ആണെന്നാണ്. അപ്പോൾ അവിടെ എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ട് നമ്മളതിനെ ലീനിയർ പോളിനോമിയൽ. ഇനി x² + 2x + 1 ഇതൊരു പോളിനോമിയലാണ്. ഇവിടെ നമുക്ക് ഡിഗ്രി എത്രയാണ്? എക്സിൻ്റെ പവർ ഏറ്റവും വലുതായിട്ടുള്ള എക്സിൻ്റെ പവർ, ഏറ്റവും വലിയ പവർ അത് 2 ആണ്. അപ്പം ഡിഗ്രി 2 ആണ്. ആ പോളിനോമിയലിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കും. നമ്മൾ കണക്കുകൾ ചെയ്യുമ്പം സാർ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് പറയാം. ഇപ്പം മക്കൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി മൂന്നാമത്, ഇപ്പം 3x³ + 2x² + x−1 ഈ രീതിയിൽ ഒരു പോളിനോമിയൽ. അപ്പം ഇതിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് പവർ എത്രയാണ്? ഹയ്യസ്റ്റ് പവർ 3 ആണ്. അപ്പം ഹയ്യസ്റ്റ് പവർ 3 ഉള്ള പോളിനോമിയലിനെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ, CUBIC ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. അപ്പം 3 ടൈപ്പ് പോളിനോമിയൽ: ലീനിയർ പോളിനോമിയൽ ഡിഗ്രി 1, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഡിഗ്രി 2 ആണ്, ക്യൂബിക് പോളിനോമിയൽ ഡിഗ്രി 3 ആണ്. നമുക്കിനി ഓരോ കണക്കുകൾ ചെയ്തുകൊണ്ട് കോൺസെപ്റ്റുകൾ ആദ്യം ക്ലിയർ ആക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് കണക്കുകൾ ആദ്യം ചെയ്യാം. അതിനുശേഷം പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യാം. സാർ എപ്പോഴും പറയുന്നൊരു കാര്യം, സാറ് സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് എടുക്കുന്നത്. മക്കളെ, കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സാർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മക്കൾ സാറിൻ്റെ ആ ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ ഇപ്പം തന്നെ മക്കൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സാറിൻ്റെ എല്ലാ വീഡിയോയും അപ്പം തന്നെ ലൈവായിട്ട് മക്കൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാത്സ് വളരെ ഈസി ആയിട്ട് മാറും.